കേൾക്കാം, കേൾക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മായ, സ്ഥലം തിരുവനന്തപുരം. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോകം എമ്പാടുമുള്ള ആൾക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം തന്നേക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വനിതാ ദിനം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വനിതകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നു. എൻ്റെ പേര് മായ. ഞാൻ ഫൊഗോവെ ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓണറാണ്. തിരുവനന്തപുരത്ത് വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഓഫീസ് വന്നിട്ട്. അപ്പോൾ ഇന്നിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചിട്ട് സ്ത്രീകൾ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഓരോ സ്ത്രീകളും പല യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ, അതായത് സെർവിക്കൽ ക്യാൻസർ, PCOD, PCOS ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അവയർനെസ് എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സൂം ഈ ദിവസത്തിൽ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു അവയർനെസ് നമ്മുടെ ഫൊഗോവെ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ഹാസ്യ സാമ്രാട്ടായിട്ടുള്ള പൊന്നമ്മ മാഡം നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. മാഡം ഒരു 3 മണിയാകുമ്പോൾ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് നിന്ന് ഫസീല മാഡം നമ്മളോട് ഒപ്പമുണ്ട്. മാഡം ഡോക്ടറാണ്. അതിലുപരി മാഡം ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം മാഡത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്, നമ്മുടെ സ്ത്രീകളോട് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കേക്കാം. അപ്പോൾ മാഡത്തിന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മാഡം പ്ലീസ് കം. ഓക്കെ, താങ്ക് യു മായ മാഡം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അല്ലേ? ശരിക്കും നമുക്ക് വേണ്ടിയിട്ട്, അതായത് ലേഡീസ് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കതൊരു ഹാപ്പിനെസ് ആണ്. കാരണം നമ്മളുടെ കാര്യങ്ങൾ അംഗീകരിക്കാനും അതേപോലെ നമ്മളുടെ ആവശ്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, ആധികാരികമായിട്ട് നമുക്ക് സംസാരിക്കാനും പറയാനും കൂടെ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. അപ്പൊ ആ ഒരു ദിവസം ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. പിന്നെ ഈ വിമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ഓരോ റോളുകൾ ചെയ്യുന്ന ആളുകളാണ് അല്ലെ? പലതരത്തിലുള്ള റോളുകൾ. നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ആ റോളിൽ എല്ലാവരും ഹാപ്പി ആവണം എന്നില്ല, എങ്കിൽ കൂടെ നമ്മൾ ആ ഒരു റോള് നിർവഹിക്കേണ്ട അല്ലെങ്കിൽ നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് സമൂഹത്തില് നമ്മൾ സ്ത്രീകൾ എപ്പോഴും നമ്മൾ രണ്ടാമതായി കാണണ്ടേ, അതേപോലെ നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കേണ്ട ഒരു രീതിയിലാണ് സ്ത്രീകളെ അല്ലെങ്കിൽ നമ്മളുടെ സ്ത്രീത്വത്തെ കാണുന്നത് അല്ലെ? നമ്മളുടെ കാര്യത്തിൽ ഒട്ടും തന്നെ നമ്മൾ പരിഗണന കൊടുക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും തന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾ കാണാനോ നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അനുസരിച്ച് പ്രവർത്തിക്കാനോ പൊതുവെ സമയം കണ്ടെത്താറില്ല. അപ്പൊ ഈ ഒരു ദിവസം എനിക്ക് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്,
നമ്മളെപ്പോഴും നമ്മളുടെ കാര്യങ്ങൾക്കും കൂടെ നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ശരിക്കും നമ്മളുടെ പേരാണ്, അല്ലെങ്കിൽ നമ്മളാണ് ആദ്യം വേണ്ടത്. നമ്മൾ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മള് സെൽഫ് ലവ് എന്നുള്ളൊരു സംഭവം, ഇത് ശരിക്കും നമ്മള് ഒരു അവകാശമായിട്ടല്ല, നമ്മള് ശരിക്കും ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കാണേണ്ടത്. നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മളെ ഉള്ളൂ അല്ലെ, വേറെ ആരുമില്ല. അപ്പൊ സെൽഫ് ലവ് എന്നുള്ള ഒരു സംഭവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നമുക്ക് ഈ ഒരു ദിവസത്തിൽ സംസാരിക്കാനായിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലേ, അതായത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും നമ്മളുടെ അവകാശങ്ങളെ കുറിച്ചും ഒക്കെ. പക്ഷെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട, എസ്പെഷ്യലി നമ്മളുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സേവ് യൂട്രസ് അവോയ്ഡ് സെർവിക്കൽ ക്യാൻസർ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ യൂട്രസ് എന്ന് പറയുന്നത് ലേഡീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗൻ ആണ് അല്ലെ. അതായത് നമ്മൾ ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്നതിൽ ഉപരി യൂട്രസ് സംബന്ധമായിട്ട് യൂട്രസിന് നമ്മളുടെ ആരോഗ്യത്തിന് വളരെ വലിയൊരു റോളാണുള്ളത്. അതായത് നമ്മളുടെ ഹോർമോൺ, ഈവൻ നമ്മളുടെ ഈസ്ട്രോജൻ ഉൽപാദനം തൊട്ട് അതിന്റെ നിയന്ത്രണം, അതുപോലെ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ നഖം, തലമുടി, നമ്മളുടെ അസ്ഥി, ഇതെല്ലാം നമ്മളുടെ യൂട്രസിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് യൂട്രസിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പലതരത്തില് ബാധിക്കുന്നുണ്ട്. ഈവൻ ഇമോഷണലി, മെന്റലി വരെ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പം പൊതുവെ ഈ യൂട്രസ് ഒഴിവാക്കിയ, റിമൂവ് ചെയ്ത ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പ്രശ്നങ്ങളാണ് അവർ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്രസ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഗൈനക് ഇഷ്യൂസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതായത് PCOD, PCOS, അതേപോലെ തന്നെ ഓവർ ബ്ലീഡിങ്, ഇൻഫെർട്ടിലിറ്റി, അതേപോലെ സെർവിക്കൽ ക്യാൻസർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പത്തെ അപേക്ഷിച്ച് വളരെ അധികം കൂടിയതായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ ഏതൊരാളായിട്ട് സംസാരിക്കുമ്പോഴും അവർക്ക് യൂട്രസ് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് പോകുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ജീവിത രീതി തന്നെയാണ്. അപ്പൊ പണ്ട് കാലങ്ങളിൽ പക്ഷെ ഇതായിരുന്നില്ല കാരണം. പ്രധാനമായിട്ടും പണ്ട് കാലങ്ങളിൽ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നത് നമ്മളുടെ പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പണ്ട് കാലങ്ങളിൽ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കലായിട്ട് ബന്ധപ്പെട്ട യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പ്രധാനമായും അത് നേരത്തെ ഒരു വൈറസ് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു. കാരണം ആ വൈറസിന്റെ പേര് വരുന്നത്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് ആ വൈറസിന്റെ പേര്. ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായിട്ടും സെർവിക്കൽ ക്യാൻസറിനെ കണ്ടിരുന്നത്. ഇത് നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. നമ്മൾ നിരന്തരമായിട്ട് നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ, അതായത് പ്രത്യേകിച്ച് നമ്മളുടെ പ്രൈവറ്റ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ എന്താണ് പറയാ, അതായത് ഹൈജീൻ കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തുണ്ടായിരുന്നത്, ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസർ ഉണ്ടായിരുന്നത്. ക്രമേണ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിന്റെ കാരണം മാറി. അതായത് ഇതിന്റെ കാരണം മാറിയതിന്റെ പ്രധാന കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവേയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട സർവേ നടത്താനുള്ള ഒരു പ്രധാന കാരണം പണ്ടത്തെ അപേക്ഷിച്ച് ഒട്ടനവധി കേസുകളാണ്
ഈ യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ കൂടിയിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് സെർവിക്കൽ ക്യാൻസർ. നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണ്ടെത്തൽ എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഓരോ 8 മിനിറ്റിലും ഓരോ സ്ത്രീകൾ ഗർഭാശയ ക്യാൻസർ ആയിട്ട് മരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തുള്ള മൊത്തം സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിലും മൊത്തം ലേഡീസിന്റെ 83% ആളുകളും യൂട്രസ് റിലേറ്റഡ് അതായത് ഗൈനക് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ കൂടിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു സർവേ നടത്തിയിട്ടുള്ളത്. ആ സർവേയിൽ കണ്ടെത്തിയത് പ്രധാനമായിട്ടും അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്ന് ഉപയോഗിക്കുന്ന വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാനിറ്ററി നാപ്കിന്റെ ഉപയോഗമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും കാരണമാവുന്നത് എന്നുള്ളതാണ് കണ്ടെത്തല്. കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ബ്രാൻഡുകളും അതായത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുന്ന ബ്രാൻഡുകൾ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുക എന്താണ്, അതായത് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന സാധനമായിരിക്കും നമ്മൾ എപ്പോഴും നോക്കുക അല്ലെ പൊതുവെ. അപ്പോ ഈ വില കുറഞ്ഞ് കിട്ടുന്ന നാപ്കിനുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ കൊണ്ടാണ് പ്രധാനമായിട്ടും അത് നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ അതിലൊരു 90%-ത്തിലധികവും വരുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. മാത്രല്ല അതിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതില് പെർഫ്യൂമിന്, അതായത് ആ നാപ്കിന് സുഗന്ധം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കെമിക്കൽ പെർഫ്യൂമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു നാപ്കിൻ സോഫ്റ്റ് ആയിട്ട് നിലനിർത്തുന്നതിനും അതിന്റെ പാളികൾ തമ്മിൽ യോജിച്ച് നിൽക്കുന്നതിനും അങ്ങനെ പല രീതിയിലുള്ള കെമിക്കലുകളാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വൈറ്റനിങ് ഫ്ലൂറസെന്റ് ഏജന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചു പല ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പം അത്തരത്തില് പല കെമിക്കലുകൾ കൂടി ചേർന്നിട്ടാണ് ഉള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു നാപ്കിന് നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യുന്നതിലൂടെ ഈ കെമിക്കൽസ് നമ്മളുടെ യൂട്രസിനുള്ളിലേക്ക് എത്താനിടയാകുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ യൂട്രസിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് ഈ സെർവിക്കൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഇത് എത്തുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ അത് പലതരത്തിലുള്ള മാറ്റങ്ങൾ യൂട്രസിനുള്ളിൽ ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാരണമായിട്ട് വരുന്നത് നമ്മളുടെ പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന ബ്ലഡ് ഒട്ടുമിക്ക നാപ്കിന്റെയും ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് ഈ ബ്ലഡ് എത്തുന്ന സമയത്ത് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അവിടെ ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു വാതകം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വാതകം ക്യാൻസർ കോസിങ് ഏജന്റ് കൂടെയാണ്. അപ്പൊ അത് നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നതും കൂടെയാണ് ഈ സെർവിക്കലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും കാരണമാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള NGO അവര് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധാപൂർവം വീക്ഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി തുടങ്ങട്ടെ. നമ്മുടെ രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരാൾ ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നു. ജീവനാണ് പ്രധാനം, ജീവിച്ചിരിക്കേണ്ടതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ചിലതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഗർഭപാത്രം അഥവാ യൂട്രസ്. ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്നതിനേക്കാളുപരി സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും ഉൽപാദന കേന്ദ്രവും നിയന്ത്രണ കേന്ദ്രവുമാണ് ഗർഭപാത്രം. സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപാദന കേന്ദ്രമാണ് ഗർഭപാത്രം. പക്ഷേ PCOD, PCOS തുടങ്ങിയ ഗർഭാശയ രോഗങ്ങളാൽ യൗവനം വിട്ടുമാറുന്നതിനു മുമ്പ് തന്നെ ഗർഭപാത്രം എടുത്തുമാറ്റേണ്ട അവസ്ഥയിലാണ് പല സ്ത്രീകളും.
കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ വന്ധ്യതയും മറ്റു മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന PCOD അഥവാ PCOS രോഗങ്ങൾ ഉണ്ടെന്നുള്ളത് ഭയാനകമായ ഒരു സത്യമായി നിലകൊള്ളുകയാണ്. ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കൾ, മുഴകൾ എന്നിവ മൂലം 40 വയസ്സ് കഴിയുമ്പോൾ യൂട്രസ് എടുത്തു കളയേണ്ട അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകളിലും. യൂട്രസ് എടുത്തു കളയുമ്പോൾ ഉണ്ടാകുന്ന BP, തൈറോയിഡ്, ഡയബറ്റിസ് കൂടാതെ ഹൃദയ സംബന്ധമായ, അസ്ഥി സംബന്ധമായ, തലച്ചോർ സംബന്ധമായ ഗുരുതര രോഗങ്ങൾ എന്നിവ കണ്ടുവരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്ധ്യതയും ബുദ്ധിമാന്ദ്യവുമുള്ള കുട്ടികൾ ജനിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നിരന്തരമായ അലർജി, ചൊറിച്ചിൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങിയവ ഗുരുതര മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾക്ക് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. ഇത്തരം ഭയാനകമായ രോഗാവസ്ഥയുടെ പിന്നിലെ കാരണക്കാരൻ അല്ലെങ്കിൽ വില്ലൻ ആരാണ്? പഠനങ്ങൾ വ്യക്തമാക്കുന്നു, കുട്ടികളും സ്ത്രീകളും ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത സാനിറ്ററി പാഡുകളാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന സാനിറ്ററി പാഡുകളിൽ ബഹുഭൂരിപക്ഷവും വില കുറയ്ക്കുവാനായി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ പാഡുകളിലുള്ള ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും പെല്ലറ്റ്സും ബ്ലീച്ചസും ആണ് ഈ മാരക രോഗങ്ങളുടെ പ്രധാന കാരണക്കാർ. വില കുറഞ്ഞ പ്ലാസ്റ്റിക് പാഡുകളുടെ മേൽ ആർത്തവ സമയത്ത് ചുടുചോര വീഴുകയും പ്ലാസ്റ്റിക്കിന്റെ ഘടന മാറുകയും ഉരുകുകയും ചെയ്യുന്നു. തുടർന്ന് ക്യാൻസറിനും വന്ധ്യതയ്ക്കും മറ്റു മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന ഡയോക്സിൻ എന്ന വിഷവാതകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ പ്ലാസ്റ്റിക് പാഡുകളിലുള്ള ബ്ലീച്ചസ്, ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ്, പെല്ലറ്റ്സ് തുടങ്ങിയവ യൂട്രസിനകത്ത് പ്രവേശിക്കുന്നു. തുടർന്ന് ക്യാൻസർ, വന്ധ്യത, കുരുക്കൾ, ഗർഭാശയമുഴ തുടങ്ങിയ ഒട്ടനവധി മാരക രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്ദ്യം, ഹൃദയവൈകല്യം, ഞരമ്പ് സംബന്ധവും അസ്ഥി സംബന്ധവുമായ തകരാറുകൾ എന്നിവ സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഈ മാരക രാസവസ്തുക്കൾ കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഇനി നമുക്ക് ഒരു വാർത്ത കാണാം. രാജ്യത്തെ സുപരിചിതമായ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കുന്നതായി കണ്ടെത്തൽ. നാപ്കിനുകൾ മൃദുലവും സുഗന്ധവും ഉള്ളതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് വില്ലനാകുന്നത്. ഇവ നിയന്ത്രിക്കാൻ എത്രയും പെട്ടെന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള NGO ടോക്സിക്സ് ലിങ്കിന്റെ പഠനം വ്യക്തമാക്കുന്നു. രാജ്യത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം 65% പേർ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ഇത് ജീവിതത്തിൽ വില്ലനാകുന്നു എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന സന്നദ്ധ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാകുന്നത്. രാജ്യത്ത് സുപരിചിതമായതും കൂടുതൽ പേർ ഉപയോഗിക്കുന്നതുമായ 10 നാപ്കിനുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. നാപ്കിനുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫാലറ്റ്സ്, VOC എന്നിവ ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഫാലറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളുടെ മൃദുലത, അയവ്, പാളികൾ തമ്മിൽ ചേർന്നിരക്കൽ തുടങ്ങിയവയ്ക്കാണ്. ഇത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ച, വേദന, രക്താതിസമ്മർദ്ദം, ഗർഭധാരണത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. സുഗന്ധത്തിന് വേണ്ടിയാണ് VOCകൾ ഉപയോഗിക്കുന്നത്. ഇത് അലർജി, വൃക്ക, കരൾ എന്നിവയുടെ തകരാറ്, ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു എന്നാണ് ഈ പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത്. സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോ വീഡിയോയിലൂടെ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രശ്നങ്ങൾ കൂടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അല്ലേ? ഓക്കെ, നമുക്ക് നമ്മളുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം നമ്മളുടെ ഗസ്റ്റ് സംസാരിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ മായ മാഡം, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു മാഡം. നമ്മുടെ പൊന്നമ്മ മാഡം ലൈനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മാഡത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. മാഡത്തിനെ എന്താ പറയാ, നമുക്ക് ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ആളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മുടെ ജഗതി ചേട്ടനെയൊക്കെ പോലെ തന്നെ എന്താ പറയാ, അത്രയും വേണ്ടപ്പെട്ട, അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പത്മബാബു മാഡം. അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാഡം ഒരു മടിയും കൂടാതെ ഓക്കെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ. കാരണം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ഒരു ഇൻവിറ്റേഷൻ ഒന്നുമില്ല. നമ്മൾ ആരും ജസ്റ്റ് ഒന്ന് രാജ്കുമാർ, അതായത് നമ്മുടെ ജഗതി ചേട്ടന്റെ മകൻ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു അംഗമാണ്, ഒരു പാർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ മാഡത്തിനെ ഒന്ന് ക്ഷണിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാഡത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഏത് മേഖലയിലും മാഡം അത്രയും എന്താ പറയാൻ വാക്കുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ഒരു ആർട്ടിസ്റ്റായ മാഡത്തിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വിമൻസ് ഡേയിലേക്ക്, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ മാഡത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. മാഡം ക്യാമറ ഓണാക്കി വന്നോളൂ. ഹായ് 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 മാം. ഹായ് madam. Hi, madam. ഹായ് 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 എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. Happy. താങ്ക് യു മാം, താങ്ക് യു. എല്ലാവർക്കും എന്താ, സുഖമായിട്ടിരിക്കുന്നു എല്ലാരും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ആയതുകൊണ്ട് അവര് റെസ്പോണ്ട് ചെയ്യാത്തതാണ്. മാഡം സംസാരിച്ചോളൂ. ഓ അത് ശരി. ഇന്നിപ്പോ നമുക്കൊരു വനിതകൾക്ക് വേണ്ടി ഒരു ദിവസം ഉണ്ടായി എന്ന് അല്ലേ, ഓരോ ഇങ്ങനെ ആഘോഷിക്കാനും സ്ത്രീകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ ഈ ഇന്നത്തെ കാലത്ത് സാധിക്കുന്നതിൽ നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള ദിവസങ്ങളല്ലേ, മനസ്സിലായോ? പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലം, നമ്മുടെയൊക്കെ ബാല്യകാലത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഡേകളൊന്നും ഉണ്ടായല്ലോ. ഒരു ഓണം ഉണ്ട്, ഒരു വിഷു ഉണ്ട്, ഒരു ക്രിസ്മസ് ഉണ്ട്, അല്ലാതെ നമുക്ക് എന്തുവാ ഉള്ളത് ഒരു ഡേ വെച്ചിട്ട്? ഇന്ന് ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വിമൻസ് ഡേ, അങ്ങനെ എത്ര നല്ല എന്താ ചിൽഡ്രൻസ് ഡേ, അങ്ങനെ ഒരുപാട് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വിരിച്ച് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ ഒരു നമ്മുടെ സ്ത്രീകളെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, അവരുമായിട്ടൊന്ന് സംസാരിക്കുക. നിങ്ങളൊക്കെ പിന്നെ എന്നെ എപ്പോഴും കാണുന്നവരാ, ഞാൻ നിങ്ങളെയൊക്കെ പുതിയതായിട്ട് കാണുക, മനസ്സിലായോ? നിങ്ങളെ പുതിയതായിട്ട് അറിയുക. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും മാഡത്തിന് എന്താ പറയാ, പിന്നെ പൊന്നമ്മ ബാബു എന്ന് കേൾക്കുമ്പോ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലസന്റ് മൈൻഡോട് കൂടിയാണ് നമ്മുടെ മുഖം അപ്പൊ ഒന്ന് വിടരും. കാരണം നമ്മള് മാഡത്തിന്റെ ഒരുപാട് സിനിമകളും പിന്നെ സീരിയലുകളും ഒക്കെ കണ്ടു കിട്ടുള്ളത് കൊണ്ട് ശരിക്കും മാഡത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ നമ്മളൊരു സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിക്കുന്നത്, ആ പേര് തന്നെ സ്വീകരിക്കുന്നത്. ഓക്കെ മാം. അപ്പൊ എന്തായാലും നമ്മളോട് മാഡത്തിന് എന്താണ് ഈ ഒരു അവസരത്തിൽ, ഇന്നത്തെ ഒരു പ്രത്യേക ഒരു ദിവസത്തിൽ മാഡത്തിന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? നമ്മള് സ്ത്രീകളെ കുറിച്ചൊക്കെയാണ് എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, സ്ത്രീകൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഏത് മേഖലയിലും സ്ത്രീകളുടെ ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ്, മനസ്സിലായോ? അല്ലേ? ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഇപ്പൊ പുറകോട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നിപ്പോ സ്ത്രീകൾ എല്ലാ മേഖലകളിലും ഉണ്ട്. ഫ്ലൈറ്റ് പോലും പറപ്പിക്കാൻ ഇപ്പൊ സ്ത്രീകളുണ്ട്. വേണ്ട, തെങ്ങ് കയറാൻ പോലും സ്ത്രീകളുണ്ട് ഇന്ന്. ഒരിടത്ത് ഇപ്പൊ സ്ത്രീകളെ തോപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, മനസ്സിലായോ? അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ത്രീകൾ എനിക്ക് അല്ലെങ്കിൽ തന്നെ ഏത് മേഖലയിലും മുൻപോട്ട് വരുന്നതും എന്താ പറയാ, ഇപ്പൊ നമുക്ക് ബിസിനസ്സുകൾ, പണ്ട് സ്ത്രീകൾ എത്ര പേരുണ്ടായിരുന്നു ബിസിനസ് ചെയ്യുന്നവര്? ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകൾ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകളാണ് ചെയ്യുന്നേ? എല്ലാ തരത്തിലുള്ള ബിസിനസ്സിലും ഇന്ന് സ്ത്രീകളെ പ്രാധാന്യം കൂടുതലാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് സന്തോഷം. പിന്നെ നമുക്ക് ദുഃഖം തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഈ എന്താ പറയാ, മാനസികമായിട്ട് വിഷമിച്ച് സങ്കടപ്പെടാൻ ഇരിക്കുന്നവര്, ഞാൻ പറയുന്നത് അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ദുഃഖങ്ങള് അവർക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് എന്നിട്ട് ഒന്ന് പറയുക, എനിക്ക് ഇങ്ങനെ കുറച്ച് വിഷമമുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പലതും ആലോചിച്ചിരിക്കുകയാണ്, അപ്പൊ അത് എനിക്ക് മടുത്തു, അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം ഇതാണെന്നും പറഞ്ഞ് ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം, നമ്മളൊക്കെ അത് പരിഹരിച്ച് തരാമല്ലോ, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ മൈൻഡൊക്കെ ഒന്ന് മാറ്റി അവരെ നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇപ്പൊ സാധാരണ പെണ്ണുങ്ങൾ ഞാൻ കാണുന്ന കൂടുതലും
ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് അവരവരായിട്ട് സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുക പലതും. കുഞ്ഞുങ്ങളെയൊക്കെ ഇറക്കിയൊക്കെ കൊണ്ടുപോയിട്ടൊക്കെയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാര്യമൊക്കെ ഓർത്തിട്ട്. പല സ്ത്രീകളും തുറന്ന് സംസാരിക്കുന്നില്ല. അവര് പിടിച്ചു അതെ. വെച്ചിരിക്കുക വിഷമങ്ങളെല്ലാം. അതെല്ലാം എല്ലാവരും ഞാൻ പറയുന്നില്ല. നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തോ ഫ്രണ്ട്സിന്റെ അടുത്തോ, ഇനി ഫ്രണ്ട്സ് അല്ലാതെ ആരാണ് ഇനി ഒരാൾക്ക് പറയാൻ പറ്റിയ ആൾക്കാർ നമ്മൾ ആലോചിക്കുക. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് ചെന്ന് അവരുമായിട്ടൊന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒന്നിങ്ങനെ അടുത്തുള്ള ഒരു അഡ്വക്കേറ്റെ കണ്ട് നിങ്ങൾ സംസാരിച്ചാലും മതി. ചൊല്ലുന്ന ഡൈവേഴ്സ് ചെയ്യാനോ പിരിയാനോ അല്ലല്ലോ, കാര്യങ്ങൾ സംസാരിക്കാനാ. അപ്പൊ ആ ഒരു ആള് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ല, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ വിഷമം. എനിക്കതാണ് സ്ത്രീകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഞാൻ ഇപ്പൊ കുറെ കണ്ടുവരുന്ന പ്രവണത. സ്ത്രീകൾ മാനസികമായിട്ട് അങ്ങനെ വിഷമങ്ങൾ അനുഭവിച്ചിട്ട് അവരാരോടും പറയാതെ അവരായിട്ട് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ഞാൻ ദൈവമേ, അതൊന്നും നമ്മുടെ അടുത്തൊന്നും വന്നിരുന്നെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞ് ഇപ്പൊ 2 വാക്ക് പറഞ്ഞ് അവരെ തിരുത്തായിരുന്നല്ലോ, അവരൊന്ന് മാറ്റി വിടായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നമുക്കൂടെ ഒന്ന് രക്ഷപ്പെടുത്തായിരുന്നല്ലോ നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുവാണ് എല്ലാവരോടും, ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് പറയുന്ന ഒരാൾ, മേഡം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിഷമങ്ങളുണ്ടെന്നൊക്കെ നമ്മളെ വിളിച്ചു പറയും. നമ്മൾ പറയും, എന്റെ മക്കളെ എവിടെയാ നിങ്ങളുള്ളത്, നിങ്ങൾ ഇവിടെ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാ ഉള്ളത് അവിടെ വരൂ, നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തില്ലല്ലോ, തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്നത് അതൊക്കെയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ നല്ല മിടുക്കിയായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി സംസാരിക്കാനുള്ള കാര്യം സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക. ഇന്നിപ്പം സ്ത്രീകൾക്ക് നല്ല ഒരു മുൻഗണന തരുന്ന ഒരു ഗവൺമെന്റാണ് നമുക്കുള്ളത്. മനസ്സിലായോ? പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾ നമ്മളെ തുറിച്ചു നോക്കിയാൽ പോലും തുറിച്ചു നോക്കുകയോ അല്ലെങ്കിൽ ഒരു ആംഗ്യ ഭാഷ കാണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നിയമവിരുദ്ധമാ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ കേരളത്തെ സംബന്ധിച്ച് പിന്നെ ഇപ്പൊ പലയിടത്തും പല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ഉത്തരവാദികളല്ല. കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. നമ്മുടെ മനസ്സിലെ നെഗറ്റീവുകളെല്ലാം നമ്മൾ ഇറക്കി വിടുക. അവൻ നെഗറ്റീവ് ഇറക്കി വിട്ടാൽ തന്നെ നമ്മുടെ മനസ്സിനകത്ത് തന്നെ നിറഞ്ഞ് പോസിറ്റീവ് വരും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയും ഞാനും ഇത്രയും ചുണ്ടിയും ഇത്ര ദേഷ്യവും ഉള്ള ഒരാള് തന്നെയാ. പക്ഷെ അതൊക്കെ നമ്മളത് അപ്പൊ തീർന്നു, അപ്പൊ പറഞ്ഞു, നമ്മൾ അതിനെ വിട്ടു. വീണ്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ ഇനി നമ്മളായിട്ട് വല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അയ്യോ സോറി കേട്ടോ, അത് ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു, അങ്ങ് വിട്ടേരെ കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ അങ്ങോട്ട് അങ്ങ് മടക്കി വിടും. അതിന് എന്നാലും എന്റെ മനസ്സിലൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ എല്ലാവരും എന്നെ പോലെ തന്നെ ഞാൻ വിചാരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇന്ന് നമ്മള് ക്യാൻസർ പോലുള്ള നമ്മൾ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് തന്നെ ഇന്ന് അതാണ്. പിന്നെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തന്നെ. ഇന്നിപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഒരു അവയർനെസ്, ശരിക്കും ഒരു അവയർനെസ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. അത് എന്നാന്ന് വെച്ചാൽ സ്ത്രീകൾ ഒരു പ്രായം കഴിഞ്ഞ എന്നാന്നറിയാം, അവര് ഒരു ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു, പിള്ളേരായി, വളർത്തി പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ ഒരു ധാരണ, ഇനി വയസ്സും പ്രായമൊക്കെ ഇനി എന്ത് ചെയ്യാനാ. നമ്മൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഇനിയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ടുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ ആരോഗ്യവതിയായിട്ടിരിക്കണം. ഇന്ന് മെഡിക്കൽ എയിം കൊണ്ട് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കുക, എല്ലാ വർഷവും ഫുൾ ചെക്കപ്പ് നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്ത്രീകൾ നേരിടുന്ന കാര്യങ്ങളാണ്. ഡോക്ടറെ നിങ്ങൾ കണ്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ എനിക്ക് ആരോഗ്യവതിയായിട്ടിരിക്കുക, സുന്ദരിയായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അതെ 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 ഓക്കെ ഓക്കെ മാഡം, താങ്ക് യു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവരെയും എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നല്ല മിടുക്കികളായിട്ട് ഇതുപോലെ ആരെങ്കിലും മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരോടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നല്ല മെഡിക്കലായിട്ട് ഇരിക്കുക കേട്ടോ. ആരോഗ്യത്തോടെ ഇരിക്കുക. സന്തോഷം, ഒത്തിരി സന്തോഷം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മുടെ ഓരോ കാര്യങ്ങളിലും മാഡം കൂടെ ഉണ്ടാവണം. നമ്മുടെ കമ്പനിയുടെ പേര് ഫൊഗോവ എന്നാണ്. മാഡത്തിന് അറിയാലോ? അറിയാം. നമ്മുടെ അമ്പിളിച്ചേട്ടന്റെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മോൻ പോലെ തന്നെ അമ്പിളിച്ചേട്ടന്റെ മോൻ. മനസ്സിലായോ?
യെസ്. അപ്പം എനിക്ക് നിങ്ങളെ ആരെ അറിയത്തില്ല. ഒരു പക്ഷെ വേറൊരാളെ വിളിച്ചതിന് പക്ഷെ എനിക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ ഇന്നൊരു വേറെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ഞാൻ അതെ പോകാൻ അതെ അതെ ഇറങ്ങുന്ന അറിഞ്ഞു സമയത്ത് അറിഞ്ഞു അറിഞ്ഞു. ട്രാവലിംഗിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ മോൻ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഓ എന്നെ മോനെ നമുക്ക് ചെയ്യാലോ എന്ന് ഞാൻ പറയുകയത്. മനസ്സിലായോ? അമ്പിളിച്ചേട്ടനൊക്കെ എത്രയോ പടങ്ങൾ അഭിനയിച്ച നിമിഷങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതെ അതെ ഉറപ്പായിട്ടും. നമ്മളൊന്നും വന്ന മാഡം വഴികൾ തുടർന്ന് മറക്കാത്ത നമ്മളോടൊപ്പം ആൾക്കാരാ. ഉണ്ടാവണം. നമ്മളൊക്കെ വന്ന വഴികൾ മറക്കാത്ത ആൾക്കാരാ കേട്ടോ. അതെ 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 മാഡം. ഓക്കെ, ഒത്തിരി അപ്പൊ സന്തോഷം. തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാഡം നമ്മോടൊപ്പം ഉണ്ടാവണം. ഓക്കെ ഓക്കെ, തീർച്ചയായും. ഓക്കെ, സന്തോഷം. ഓക്കെ, ഓക്കെ താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഓക്കെ താങ്ക് യു മാഡം. താങ്ക് യു. ബൈ. ഓക്കെ. ഓക്കെ, അപ്പം മാഡത്തിന് ഷൂട്ട് ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടാണ് മാഡം ഇത്രയും സമയം വീട്ടിൽ വെയിറ്റ് ചെയ്തത്. കാരണം പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് മാഡം വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പം ഫസീല മാഡം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മള് കണ്ടു നേരത്തെ വീഡിയോയിൽ കണ്ടു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഗൈനക് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നമുക്കിതിന് എന്താണ് സൊല്യൂഷൻ ഉള്ളത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ വേണം അല്ലെ. കാരണം നമ്മൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ 1 by 1 ആയിട്ട് പറയാം. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം വേണ്ടത് ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഒന്ന് നമ്മളുടെ ഇന്റിമേറ്റ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മളുടെ മെൻസ്ട്രുവൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മളത് ഡെയിലി ബേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല, വല്ലപ്പോഴും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മൾ ഡെയിലി ബേസിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളുടെ യൂട്രസിന് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ അത് ഡെയിലി ബേസിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മെൻസ്ട്രുവൽ ഹൈജീനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതായത് ലോങ് ടൈം നമ്മൾ സാനിറ്ററി നാപ്കിനുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എത്തരത്തിലുള്ള പാഡുകളുടെ ഉപയോഗമാണ് നമ്മളുടെ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി അല്ലെ. നേരത്തെ സംസാരിച്ച കാര്യങ്ങളിലൂടെയും അതേപോലെ നമ്മൾ വീഡിയോയിലൂടെയും നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോ നമ്മള് ഒന്ന് നമ്മള് കോട്ടൺ പറ്റുകയാണെങ്കിൽ യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോട്ടൺ തന്നെ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, കോട്ടൺ യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ രണ്ടാമത് സെക്കൻഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ഫാസ്റ്റ് ലൈഫിൽ എല്ലാവരെ സംബന്ധിച്ചും കോട്ടൺ യൂസ് ചെയ്യുക, നോർമൽ ക്ലോത്ത് യൂസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ പലരും ജോലിക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തിരക്കുള്ള തന്നെ ഒരു വീട്ടമ്മയായിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, പല മേഖലയിൽ ബിസി ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ അവരെ സംബന്ധിച്ച് സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ സാനിറ്ററി നാപ്കിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടന്റ് ഇല്ലാത്ത സാനിറ്ററി നാപ്കിൻ നോക്കിയിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്താലും പ്രോബ്ലം ഇല്ലാത്ത തരത്തിലുള്ള നാപ്കിനുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള നാപ്കിൻ ചൂസ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ എനിക്ക് ഇവിടെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള
ഒരു നാപ്കിനാണ് നമ്മളുടെ ഫൊഹോവെ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇപ്പൊ നിലവിൽ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ആവുന്ന രീതിയിലുള്ള നാപ്കിനാണ് നമുക്ക് ഫൊഹോവെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി തന്നെയാണ് നമുക്ക് ഒന്ന് എടുത്തു പറയാനുള്ളത്. ഇതില് നാച്ചുറൽ പോളിമർ ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അലോവേരയുടെ നാച്ചുറൽ പോളിമർ ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു 3 to 6 hours അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അത്രയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി, അതായത് നോർമൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാഡിനേക്കാൾ 2-3 മടങ്ങ് കപ്പാസിറ്റി കൂടുതലാണ് ഈ ഒരു നാപ്കിന് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്താലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പ്രധാനമായിട്ടും വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇച്ചിങ് പോലത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. രണ്ടാമതായിട്ട് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി സൂചിപ്പിക്കാനുള്ളത്, ഈ ലോങ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നാപ്കിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനെ തടയാനായിട്ട് ഇതില് ഈ ഒരു ഫൊഹോവെ നാപ്കിനിലൊരു ആനയോൺ സ്ട്രിപ്പ് വരുന്നുണ്ട്, അതായത് ആക്റ്റീവ് ഓക്സിജൻ ആനയോൺ സ്ട്രിപ്പ്. ഈ ഒരു സ്ട്രിപ്പ് നനയുന്ന സമയത്ത്, അതായത് അതിൽ ബ്ലഡ് ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും, ആനയോൺസ് എമിറ്റ് ചെയ്യും. ഈ ആനയോൺസിന് ബാഡ് ഓർഡർ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തൗസൻഡ്സ് ഓഫ് ബാക്ടീരിയകളെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ ഒരു നാപ്കിൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ആനയോൺസിനെ പെയിൻ റിലീഫ് ചെയ്യാനുള്ള, അതേപോലെ നമ്മളെ എനർജറ്റിക് ആക്കാനുള്ള, നമ്മളുടെ ടയർഡ്നെസ് ഒക്കെ മാറ്റാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഈ ഒരു ആനയോൺ സ്ട്രിപ്പിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് അത് റിക്കവർ ചെയ്യുന്നതിന് ഈ ഒരു ഫൊഹോവെ സാനിറ്ററി നാപ്കിൻ യൂസ്ഫുൾ ആവും. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞോ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഫൊഹോവെ സാനിറ്ററി നാപ്കിൻ ഉണ്ട്. ഒട്ടും തന്നെ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടില്ല. ഇത് ബയോ ഡീകമ്പോസ് ആവുന്ന ഒരു സാനിറ്ററി നാപ്കിൻ ആണ്. മാത്രമല്ല ഇതിന്റെ ഔട്ടർ കവറിങ് പോലും അലൂമിനിയം ഫോയിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവൻ ഒരു 50 to 60 days കൊണ്ട് എന്താവും, ഡീകമ്പോസ് ആവും. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഡീകമ്പോസ് ആവുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 3 തരത്തിലുള്ള പാഡാണ് വരുന്നത്. ഒന്ന് നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേ യൂസ്, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് വരുന്നത്, അതായത് അതിനേക്കാൾ വലിയ സൈസ് XL അല്ലെങ്കിൽ XXL സൈസിൽ വരുന്ന നൈറ്റ് യൂസ് ആണ് പിന്നെ വരുന്നത്. അത് ഓവർ ബ്ലീഡിംഗ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അത്യാവശ്യം സൈസ് ഉള്ള ആളുകൾക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു നാപ്കിൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഇതിൽ പാൻറ്റി ലൈനർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പാൻറ്റി ലൈനർ നമുക്ക് ഒരു പീരിയഡ്സ് കഴിഞ്ഞ് അടുത്ത പീരിയഡ്സ് വരെ, പ്രത്യേകിച്ച് ഈ സെർവിക്കൽ അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ്, ഗൈനക് റിലേറ്റഡ് പ്രശ്നമുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത്. അതായത് ചില ആളുകൾക്ക് നേരത്തെ പീരിയഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് പീരിയഡ്സ് വരുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്രസിൽ സിസ്റ്റ് ഉള്ള ആളുകൾ, ഓവർ ബ്ലീഡിംഗ് ഉള്ള ആളുകൾ, വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആളുകൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് നമുക്ക് ഒരു പീരിയഡ്സ് കഴിഞ്ഞ് അടുത്ത പീരിയഡ്സ് ആവുന്നത് വരെ ഡെയിലി ഒന്ന് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പാൻറ്റി ലൈനർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള 3 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഫൊഹോവെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പാൻറ്റി ലൈനർ നമുക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് റിക്കവർ ആവാൻ പറ്റും. മാത്രല്ല ഈ ഒരു പാഡില് ഒരു സെൽഫ്
ടെസ്റ്റ് കാർഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് നമ്മളുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ പ്രൈവസിയോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും കൂടെ നമുക്ക് സാധിക്കും. പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എത്തരത്തിലെങ്കിലും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്യാനും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെസ്റ്റ് കാർഡ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു നാപ്കിന് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരോട് നിങ്ങൾക്ക് സംസാരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കുന്നതിലൂടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഇത്തരത്തില് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആവുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ എന്താവും, താളം തെറ്റും. അതിലൂടെ നമ്മളുടെ ഹോർമോൺ എന്താവും, ഇംബാലൻസ് ആവും. അതിലൂടെ നമുക്ക് ഈ പറയുന്ന ഗൈനക് ഇഷ്യൂസ് അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഭക്ഷണം, വെള്ളം, വിശ്രമം, ഉറക്കം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബോഡീനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥ വെച്ചിട്ടായിരിക്കും അല്ലെ നമ്മളുടെ ശരീരം നമുക്ക് ഓരോ ഇൻഡിക്കേഷൻ തരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക, നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മൊത്തം നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം. അതേപോലെ തന്നെ നമ്മളുടെ വെയിറ്റ്, ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നതിന് ഹെൽത്തി ലൈഫ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അനിയന്ത്രിതമായിട്ടുള്ള ഒരു വെയിറ്റിലേക്ക് പോകുമ്പോൾ എന്താവും, നമ്മളുടെ ഹോർമോണും ഇംബാലൻസ് ആവും. അത് നമ്മളുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്രമം തെറ്റുന്നതിന് അതൊരു കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും കൂടെയാണ് പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ നമ്മളുടെ ഭക്ഷണം ഈ സമയത്ത്, പ്രത്യേകിച്ച് നമുക്ക് പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഓവർ ബ്ലീഡിംഗ് ഉള്ള ആളുകൾക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുന്നതിലൂടെ വല്ലാതെ ക്ഷീണം പറ്റുന്ന അല്ലെങ്കിൽ ടയേർഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഒന്ന്, നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുന്നത് അയൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്, പ്രത്യേകിച്ച് അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് ഇലക്കറികളാണ്. സ്പിനാച്ച്, അതേപോലെ ബ്രോക്കോളി, പിന്നെ ചിക്ക് പീസ്, അതേപോലെ മത്സ്യങ്ങൾ, റെഡ് മീറ്റ്, ചിക്കൻ, ഫിഷ്, എഗ്, ഇതേപോലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടെ നമ്മൾ ആ സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ആ സമയത്ത് ഹെൽത്തി ആയിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് കാരണം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുന്നതും ഒരു പരിധി വരെ നമ്മളുടെ ആ സമയത്തുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവാൻ സഹായിക്കും. അതായത് ഈ മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ മസിൽസ് ഒക്കെ എന്താവും, ഒന്ന് റിലാക്സ് ആവും. അപ്പം മസിൽസ് റിലാക്സ് ആവുന്നതിലൂടെ നമ്മളുടെ മെൻസ്ട്രുവൽ ക്രാംസ്, അതായത് ആ സമയത്ത് ഉണ്ടാവുന്ന പെയിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതേപോലെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, നമ്മളുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നതും നമുക്ക് ഒരു പരിധി വരെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അത് പ്രധാനമായിട്ടും ഒന്ന്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതേപോലെ വെള്ളം, വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വാട്ടർമെലൺ, കുക്കുംബർ, അത്തരത്തിലുള്ള ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ അരിഭക്ഷണങ്ങൾ, ഓട്സ്, ധാന്യങ്ങള്, അതേപോലെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇതൊക്കെ കോംപ്ലക്സ് കാപ്സിൽ വരുന്ന ഫുഡാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡ് കൂടെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. പിന്നെ മറ്റൊരു കാര്യം, ആ സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും
കഫീൻ അടങ്ങിയ ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. അതേപോലെ തന്നെ ഓവർ സാൾട്ടി ആയിട്ടുള്ള ഫുഡുകൾ, അധികം ഉപ്പ് ഉൾപ്പെടുന്ന ഫുഡുകൾ കഴിക്കുന്നതും നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഓവർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സ്. അപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമ്മൾ ആ ഒരു സമയത്ത് മാറ്റി നിർത്തേണ്ടത്. ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു 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 വയറ് ഫുൾനെസ്, ഒരു ബ്ലോട്ടിംഗ് ഫീല് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഫുഡുകളൊക്കെ മാറ്റി നിർത്തുന്നത് യൂസ്ഫുൾ ആവും. പിന്നീട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഈ പീരിയഡ്സിന്റെ സമയത്ത് റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളും ആ സമയത്ത് കൂടുതൽ ജോലി ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ മുസ്ലിം സ്ത്രീകളാണെങ്കിൽ ഈ പ്രയർ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അധികമായിട്ട് ജോലിയിൽ ഏർപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ചില ആളുകൾ പ്രത്യേകിച്ച് റെസ്റ്റ് എടുക്കുന്നതായിട്ടും കാണാറുണ്ട്. അതെന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആ സമയത്ത് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ എന്താ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല്, നമ്മളുടെ ശരീരത്തിന് അധികം ഒരുപാട് ഹോർമോണൽ അതേപോലെ ഫിസിക്കലി ഒരുപാട് ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പൊ നമ്മൾ വേണ്ട രീതിയിൽ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് പല രീതിയിൽ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് യൂട്രസിന്റെ താഴ്ചക്ക് വരെ ഒരു പരിധി വരെ ഈ ഒരു നമ്മൾ ആ സമയത്ത് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അതിന് കാരണമാവാറുണ്ട്. അപ്പൊ റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മൾ ശരീരത്തിന് ആ ഒരു സമയത്തെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആ സമയത്ത് എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് അത്ര നല്ലതല്ല. വളരെ ലോ ഇന്റൻസിറ്റി ആയിട്ടുള്ള യോഗ സ്റ്റെപ്പുകൾ ചെയ്യാം. അതേപോലെ നമുക്ക് സ്ട്രെച്ചിങ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ, വളരെ ലോ ഇന്റൻസിറ്റി ഉള്ള എക്സസൈസുകൾ മാത്രമേ നമ്മൾ ആ സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്, നമ്മളുടെ യൂട്രസിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഹെൽപ്ലെസ് ആണല്ലേ, നമ്മൾ നിസ്സഹായരാണ്. ചില അസുഖങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോഴത്തേക്ക് എന്താവും, നമ്മളുടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അല്ലെങ്കിൽ ചില ട്രീറ്റ്മെന്റിലൊന്നും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. പ്രത്യേകിച്ച് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജിലൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുക. ശരിക്കും നമ്മളുടെ ബോഡി നമുക്ക് ആദ്യമേ ഇൻഡിക്കേഷൻ തരുന്നുണ്ട് പല രീതിയിൽ. ഓവർ ബ്ലീഡിങ് ആയിട്ടും അതേപോലെ ഓവർ വൈറ്റ് ഡിസ്ചാർജ് ആയിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫ്ലൂയിഡുകൾ വരുന്നതിലൂടെയൊക്കെ നമുക്ക് പല രീതിയിൽ നമ്മളുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അതിനെ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അത് ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ അത് എന്ത് ചെയ്യാം, മറച്ചു വെക്കാം. പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ ആദ്യം ഇതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ അതിനെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് യൂട്രസ് റിലേറ്റഡ് ഈ സെർവിക്കൽ ക്യാൻസർ ഒന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. അത് വർഷങ്ങളോളം എടുത്താണ് ആ ഒരു നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു സ്ക്രീനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്ന് എന്താവും, മോചനം കിട്ടാനും ഒരു പരിധി വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ അറിവിന്റെ പരിധിക്കുള്ളിൽ പെടുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഇപ്പൊ നമ്മളൊരു ഇന്ററാക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മിനിമം ക്യാമറ ഓപ്പൺ ചെയ്തിട്ടെങ്കിലും ഇരിക്കുക. ഞാൻ സംസാരിക്കുന്നത് ആരോടാണ് എന്നുള്ളതെങ്കിലും എനിക്ക് കാണാൻ പറ്റുമല്ലോ അല്ലെ. ഇത് എല്ലാവരും തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പം മിനിമം ക്യാമറ ഓൺ ചെയ്യാനെങ്കിലും ശ്രദ്ധിക്കാം. ആ ഒരു രീതിയിലെങ്കിലും സഹകരിക്കാം.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മാഡത്തിന്റെ അടുത്ത്. ഹലോ മാഡം, ലതാ മാറ്റിയാണേ. ഹലോ, ഓക്കെ, പറഞ്ഞോളൂ. ഈ PCOD എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? PCOD ഈ PCOD സിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഒന്ന് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ആണ് അതിന്റെ ഒരു കാരണം. അതായത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുക നമ്മളുടെ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് പ്രധാനമായിട്ടും ഉണ്ടാവാറുള്ളത്. അതേപോലെ മറ്റൊരു കാരണം നമ്മളുടെ തെറ്റായൊരു ലൈഫ് സ്റ്റൈല്, പ്രധാനമായിട്ടും തെറ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കാരണമാണ് ഈ ഒരു PCOD ഉണ്ടാവുന്നത്. അതായത് മിനിമം നമ്മൾ രാത്രി നേരത്തെ ഫുഡ് കഴിക്കുക, നേരത്തെ ഉറങ്ങുക എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് നന്നാവും. കാരണം നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച് നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ, നേരത്തെ ഫുഡ് കഴിച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് എന്താവും, നമ്മളുടെ ശരീരത്തിന്റെ ഡൈജഷൻ എന്താവും, കഴിയും. അപ്പൊ രാത്രിയിൽ ഉറക്കിലാണ് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതായത് റിപ്പയർ, മെയിൻ്റനൻസ്, ഇതൊക്കെ നടക്കുന്നത് രാത്രിയിലാണ്. അപ്പൊ ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മളുടെ ഹോർമോൺ എന്താവും, ബാലൻസ് ആവുകയും നമ്മളുടെ എന്താണോ നമ്മൾ ആ ഒരു അഭിമുഖീകരിക്കുന്ന പ്രശ്നം അത് നോർമൽ സ്ഥിതിയിലേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതിന് നമ്മൾ ഒന്ന് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ?